അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെ തിരുവചനങ്ങൾ. അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. പ്രിയപ്പെട്ട സഹോദരരെ, നമുക്ക് പലപ്പോഴും സംശയമുണ്ടാകുന്ന ഒരു വചനഭാഗമാണിത്. തിരുവചനത്തിൽ പറയുന്നുണ്ട് അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നുവെന്ന്. അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്ന ആ കാലത്ത് എന്തിനാണ് ഈശോ ഈ അത്തിമരത്തിൽ പഴം തേടിയത്? അങ്ങനെ ആ അത്തിമരത്തെ ശപിച്ചത് ശരിയായില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ എന്താണ് കർത്താവ് ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം? നമ്മുടെ ജീവിതത്തിൽ നാം അനുകൂലമോ പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളിലും സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ അനുകൂലമോ പ്രതികൂലമോ ആയ എല്ലാ സാഹചര്യങ്ങളിലും ദൈവമക്കൾക്കടുത്ത ഫലങ്ങൾ നാം പുറപ്പെടുവിക്കണം എന്നാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവപുത്രത്വത്തിലേക്ക് ക്ഷണിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ, ദൈവപുത്രത്വത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാറിയ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ മാലാഖാമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.